ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തൃശ്ശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇതിന് മുൻപ് നമ്മൾ കണ്ടപ്പോൾ ഒരു സൂചന മാത്രമാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തെ? അല്ല, എൻ്റെ മനസ്സിൽ ആദ്യം അറിയായിരുന്നു വരും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ ഞാനത് പാർട്ടിയുടെ ഒരു ഇത് കാരണം ഞാൻ ഇവിടെ പറയാറില്ല, പാർട്ടി ആദ്യം പറയട്ടെ എന്നുള്ളതാണ് എൻ്റെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് തൃശ്ശൂരിനെ പറ്റിയിട്ട് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയില്ല. കുറേ ആളുകൾ അതിൽ കുറേ നേതാക്കന്മാർ നമ്മളെ ചതിച്ചു എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ നല്ലവരാണ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മൂന്നാമത് ഇവിടെ ഇറങ്ങിയത്. ഇനി എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ? പക്ഷേ എനിക്ക് ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആയപ്പോൾ ഞാൻ വളരെയധികം എന്താ പറയുക, റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വേറൊരു ടെൻഷനും അവർ തരുന്നില്ല. നമുക്ക് അവർ പറയുന്ന സ്ഥലത്ത് പോവുക, ആൾക്കാരെ കാണുക. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ആൾക്കാരും പരിചയക്കാരും ഉണ്ട് ഇവിടെ, അവരെ കാണാനും. ഒന്നിലും ഇവർ പാർട്ടി അങ്ങനെ ഇടപെടുന്നൊരു ആൾക്കാരല്ല. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ സ്വന്തം അനിയന്മാരെ കൊണ്ട് നടക്കണ മാതിരിയാണ് ഞാൻ എല്ലാവരെയും കൊണ്ട് നടക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് മനസ്സിന്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ഏറ്റവും നിർണായകമായൊരു മണ്ഡലം കൂടിയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെയുള്ള ഒരു മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക? തീർച്ചയായിട്ടും അത് ഓരോ ദിവസം കഴിയുന്തോറും ബി.ജെ.പിയിലേക്കുള്ള ആളുകളുടെ വരവ് കൂടുകയാണ്, കുറയല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടാണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അങ്ങനെയായിട്ട് കുറേ, പിന്നെ അച്ഛൻ്റെ പഴയ ആൾക്കാരൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇവിടുന്ന് ജയിക്കാൻ പറ്റും. അതൊരു എന്താ പറയേണ്ടത്, തൃശ്ശൂരുകാരോടുള്ള എൻ്റെ വിശ്വാസമാണത്. അത് അവരൊരിക്കലും തെറ്റിക്കില്ല. അതിന് പ്രമുഖരായ പലരും ബി.ജെ.പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സി മുകുന്ദൻ എം.എൽ.എ. അടക്കം വന്നു. അപ്പോൾ ഈ ഒരു മാറ്റം അത് ശരിക്കും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അത് ഇപ്പൊന്നും പറഞ്ഞല്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും കുറേ പേര് വരാനുണ്ട്. ഈ ഇലക്ഷൻ കഴിയുന്നതോട് തൊട്ട് ഒരു ഒഴുക്കുണ്ടാവും ബി.ജെ.പിയിലേക്ക്, ഉറപ്പാണ്. നമുക്ക് വരുമ്പോൾ കാണാം. എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ്. ജനപിന്തുണയൊക്കെ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ല ജനപിന്തുണയുണ്ട്. കാരണം എന്നെ ഒരു NDA സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പത്മേച്ചി, അങ്ങനെ പറയാം. കാരണം ഞാനിവിടെ എല്ലാവരും എൻ്റെ പത്മേച്ചിയാണ്. അപ്പോൾ ആ രീതിയിൽ കാണുന്നവരുണ്ട് എനിക്ക്, ജാതി മതം ഇല്ലാണ്ട്. എൻ്റെ അച്ഛൻ ജാതി മതമൊന്നും ഇല്ലാണ്ട് ഇവരൊക്കെ സ്നേഹിച്ചതാണ്. അപ്പോൾ അവർ ആ സ്നേഹം എനിക്ക് തിരിച്ചു തരും. തീർച്ചയായും തൃശ്ശൂരിൻ്റെ സ്വന്തം പത്മേച്ചി, നമ്മുടെ പത്മജ വേണുഗോപാൽ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലുള്ളത് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.